ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വേർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പിംഗ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ അത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അവിടെ ഫോളോ ചെയ്ത് അവിടെയും എന്നെ മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് വേഗോ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഇതൊക്കെയാണ് നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ് എന്താണെന്ന് നമ്മൾക്ക് റീഡിങ് കാണാം. ഹായ്, നമസ്കാരം. അപ്പോൾ വേഗോ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെ ജസ്റ്റിസ് ആണ്, ലീബ്ര എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഇവിടെ 7 of Wands. നിങ്ങളുടെ മ്യൂച്വൽ സിറ്റുവേഷൻ ഇപ്പോഴത്തെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 of Cups. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേൾഡ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഡെവിൽ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളുടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഔട്ട്കം, അപ്പോൾ വേഗോ ഇവിടെ ജസ്റ്റിസ് എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ജസ്റ്റിസ് ഒരു ബാലൻസിൻ്റെ എനർജിയാണ്, ഒരു മാരേജിൻ്റെ എനർജിയാണ്, ഒരു ലീഗൽ സിറ്റുവേഷൻ്റെ എനർജിയാണ്. മാരേജ് അതല്ല വെച്ചാൽ ഡിവോഴ്സും ആവാം. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ബാലൻസ് ആണ്, ഫെയർനെസ്സിൻ്റെ എനർജിയാണ്. ഇത് റീകൺസിലിയേഷൻ്റെ എനർജി ആവാം. അപ്പോൾ എന്താണ് ഈ ജസ്റ്റിസ് എനർജി ഇവിടെ? 4 of Pentacles. അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ കുറച്ചൊരു പറഞ്ഞാൽ അത്ര ഈ പേഴ്സൻ്റെ കൂടെ അങ്ങനെ സംസാരമൊന്നുമില്ല, നിങ്ങൾ അത്ര ഈ പേഴ്സൻ്റെ കൂടെ കണക്റ്റ് ചെയ്യണില്ല, ഇപ്പോൾ അത്ര ഫീലിങ്സ് ഒന്നും ഷെയർ ചെയ്യണില്ല. ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് അതല്ല ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തിടണു. കുറച്ചൊരു റിസർവ്ഡ് എനർജിയാണ് നിങ്ങളുടെ. അത്ര മുമ്പത്തെ മാതിരി കണക്ഷൻ ഇല്ല. അതല്ല മുമ്പത്തെ മാതിരി നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യണില്ല. നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ അത്ര മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ ഇല്ല. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 7 of Wands ആണ്. അപ്പോൾ ഇവർക്ക് ഒരു ബ്ലോക്ക്ഡായി ഫീലിംഗ് ഉണ്ടാവും. പറഞ്ഞാൽ അവർക്ക് ഒരു ബ്ലോക്ക്ഡായിട്ട് അവർ ഫീൽ ചെയ്യണു. ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അതല്ല വെച്ചാൽ ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ചാലഞ്ചസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൽ. അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ചാലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യാൻ, എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറേ ബാഗേജ് ഉണ്ട് ഈ സിറ്റുവേഷനിൽ, ഈ റിലേഷൻഷിപ്പിൽ. അവർ ആക്ച്വലി കുറേ ടയേർഡുമാണ്. ഈ ബാഗേജിനെ ഹാൻഡിൽ ചെയ്തിട്ട് ഈ ഇഷ്യൂസിനെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് അവർക്കും ഇപ്പോൾ മതിയായി. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ട്, സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ അവർക്ക് ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. കുറച്ചൊരു ഇമ്മച്യോറിറ്റി എനർജി ഉണ്ട് ഈ പേഴ്സൻ്റെ ഭാഗത്തിൽ. അപ്പോൾ ഇവർ നിങ്ങളെക്കാട്ടിലും ഏജ് വൈസ് കുറവായിരിക്കും അവരുടെ ഏജ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ നിങ്ങളെ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ടോറസ് എനർജി ഉണ്ട്, വേർഗോ കാപ്രിക്കോൺ എനർജി ഉണ്ട്. ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾ സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ്, കരിയർ എനർജിയാണ്. ഇവിടെ ലവേഴ്സിൻ്റെ എനർജി ഉണ്ട്.
ആൻഡ് 3 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു ഡിസപ്പോയിൻറ്റിങ് എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അതല്ലച്ചാൽ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക്, അതല്ലച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ചോയ്സ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നാണ് ഇപ്പോൾ നിങ്ങൾ ആ ചോയ്സ് എടുക്കാൻ പോണത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടാവാം. ഈ ടോറസ് എനർജി ഞാൻ പറഞ്ഞത് ഒരു തേർഡ് പാർട്ടി ആവാം. അപ്പോൾ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഓക്കെ, 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സണെ കുറിച്ച് ആലോചിച്ചിട്ട് അവരുടെയും നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസൊക്കെ കുറേ വിഷമം ഉണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച്. അത് നിങ്ങൾ രണ്ടാൾക്കും ഈ സിറ്റുവേഷനിലൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഈ സിറ്റുവേഷൻ മുമ്പോട്ട് പോയില്ല, ഇതിൽ ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടായി എന്ന് അങ്ങനത്തെ ഒരു വിഷമമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ 5 ഓഫ് കപ്സ് ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ കൂടെ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ വിഷമം, അതുമാത്രമല്ല നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് വാക്ക് അവേ ചെയ്തു, ഈ സിറ്റുവേഷൻ എൻഡ് ചെയ്തു, ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, അതിൻ്റെ വിഷമവും കൂടി ഉണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേൾഡാണ്. അപ്പോൾ ഇവരും പാസ്റ്റിനെ വിട്ടിട്ട് മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കണേ. പക്ഷേ നിങ്ങളുടെ കൂടെ അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഈ സിറ്റുവേഷനെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് ചെയ്യും. അവരുടെ ഫീലിങ്സ് എന്താ വെച്ചാൽ നിങ്ങളുടെ കൂടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഡെവിലാണ്. അപ്പോൾ ഡെവിൽ കുറച്ചൊരു ആങ്കറുടെ എനർജിയാണ്, കുറച്ചൊരു ദേഷ്യത്തിൻ്റെ എനർജി, ഒരു റിവെഞ്ച് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ടോക്സിക് എനർജി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ കുറേ സ്റ്റാഗ്നൻസി ഉണ്ട്, അതിൻ്റെ നിങ്ങൾക്ക് കുറേ വിഷമം ഉണ്ടായി. അത് ഈ പേഴ്സൺ നിങ്ങളെ ശരിയായി ട്രീറ്റ് ചെയ്തിട്ടില്ല, അവർ നിങ്ങളെ വെറുതെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നിങ്ങളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവും, ഒരു റിഗ്രറ്റ് ഉണ്ടാവും. സൺ എനർജി ഉണ്ട് ഇവിടെ. സൺ എനർജി ആക്ച്വലി ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ക്ലാരിറ്റി വേണമെന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ടോക്സിക് എനർജീസ് ഉണ്ട് വെച്ചാൽ അതിനെ എക്സ്പോസ് ചെയ്തിട്ട് ഈ പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്തിട്ട് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഔട്ട്കം വരുമോ എന്നാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഉള്ളത് ഇവിടെ. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഓക്കെ, ഈ സമയത്ത് ക്ലാരിറ്റി ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഈ പേഴ്സൻ്റെ കൂടെ ആദ്യം നിങ്ങൾക്കും റീകണക്ട് ചെയ്യണം എന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് ആണ് ഇവരുടെ ഇൻറ്റൻഷൻ. അപ്പോൾ ഇവർ ഇമോഷണലി ഓപ്പൺ ആണ്, നിങ്ങളുടെ കൂടെ ഈ സിറ്റുവേഷനിൽ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷേ ഈ പേഴ്സൻ്റെ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, അവർ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ഇവിടെ എന്തോ ഒരു കാര്യം അവർ ഇപ്പോഴും ഒളിപ്പിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം അവർ നിങ്ങളോട് കൺഫെസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കാര്യം എന്താണെന്ന് ചിലപ്പോൾ അവരുടെ, ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ഉണ്ടാവാം, ആ കാര്യമായിരിക്കും നിങ്ങളോട് പറയുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് പറയണത് ആ തേർഡ് പാർട്ടിയുടെ കൂടെ അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ല, പക്ഷേ അത് ശരിയാവില്ല. ചിലപ്പോൾ മേ ബി അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും ആ റിലേഷൻഷിപ്പ്, പക്ഷെ നിങ്ങളോട് അവർ വേറെ എന്തോ ആണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു മാനിപ്പുലേഷൻ ഉണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. അപ്പോൾ അത് സൂക്ഷിക്കണം. അവർ പറയണതെല്ലാം 100% ശരിയാവണം എന്നില്ല. അപ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവരെന്താ പറയണേ, തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ ആ തേർഡ് പാർട്ടിയുടെ കൂടെ അവരുടെ എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ എന്തോ അവർ ശരിയായി പറയൂണില്ല നിങ്ങളോട്. നിങ്ങളുടെ ആക്ഷൻസ് ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. 2 ഓഫ് കപ്സ് ഇവിടെ ലവിൻ്റെ എനർജിയാണ്. ആൻഡ് രണ്ട് ഭാഗത്തുനിന്നും, നിങ്ങളുടെയും സൈഡിൽ നിന്നും അവരുടെ സൈഡിൽ നിന്നും ഇവിടെ ലവ് ഉണ്ട്. പേജ് സോഡ്സ്. അപ്പം നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ വേഗം ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ പേഴ്സണെ വിളിക്കുന്നുണ്ടാവുക, കോൾ ചെയ്യുന്നുണ്ടാവുക, മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ സിറ്റുവേഷനിൽ കുറേ സ്റ്റേബിലിറ്റി വരാൻ പോകുന്നുണ്ട്.
നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ അവരായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. കിങ് ഓഫ് കപ്സ് ആണ് അവരുടെ ആക്ഷൻ. അപ്പോൾ അവരും കുറേ മെച്ചോറായിട്ടാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത്. കിങ് ഓഫ് സോഡ്സ് ആദ്യം മൂൺ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് കുറേ ഡീപ്പ് ഇമോഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവർ കാണിക്കണത് അവരുടെ ഇമോഷൻസ് അല്ല, അവരുടെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ഫീലിങ്സ് ഉണ്ട് വെച്ചാലും അവർ നിങ്ങളോട് അത് തുറന്ന് പറയില്ല. അതുമാത്രമല്ല, എന്തോ ഒരു സീക്രട്ട് ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അത് അവർ ഒളിപ്പിക്കാൻ നോക്കുക, അത് അവർ ഓപ്പണായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അത് എന്തായാലും പുറത്തു വരും. പക്ഷേ നിങ്ങൾക്കും ഈ പേഴ്സണിൻ്റെ എല്ലാം കാര്യത്തിലും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഈ പേഴ്സൺ എന്തോ ഡെഫിനറ്റ്ലി ഒളിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു സീക്രട്ട് ഉണ്ട് ഈ പേഴ്സൻ്റെ. സ്റ്റാർ എനർജി, ഇത് ഹീലിംഗ് എനർജിയാണ്, എക്വേരിയസ് എനർജി. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കുറേ ഹീലിംഗ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യാണ് ശരിയായ സമയത്ത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകണക്ഷൻ ഉണ്ടാവും. ഈ സിറ്റുവേഷനിൽ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ പേഴ്സണോട് ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ക്ലിയർ ആക്കുക. 6 ഓഫ് കപ്സ് ഇവിടെ റീകൺസിലിയേഷൻ്റെ എനർജിയാണ് ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ സൈൻസ് സ്കോർപ്പിയോ, ലിയോ, ക്യാൻസർ, പൈസീസ്, ജെമിനായി, അതൊക്കെയാണ് ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത്. കാപ്രിക്കോൺ. എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഓറക്കിൾ കാർഡ്സിൻ്റെ? It is safe for you to love. Open your heart to give and receive the highest energy of all. അപ്പോൾ ഇറ്റ് ഇസ് സേഫ് ഫോർ യു ടു ലവ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ലവ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ആൻഡ് നിങ്ങൾക്ക് കുറച്ചൊരു പേടി ഉണ്ടാവും, അത് ഈ പേഴ്സൺ എന്താ ഹൈഡ് ചെയ്യണമെന്ന്. പക്ഷേ അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക, ചോദിക്കുക. എന്തെങ്കിലും മനസ്സിൽ ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ അത് ഓപ്പണായി ചോദിക്കുക. ആൻഡ് ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ കാണുന്നത് ലവ് ആണ്, റീകൺസിലിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി റീകൺസിലിയേഷൻ ഉണ്ട്. അപ്പോൾ വേർഗോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണമെച്ചാൽ പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നത് വരെ. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.